This is the girl. Yes, sir. I is the girl. May I know your sweet name? Rukmini. Nice. It is a nice name. I am first time in the city. Come, sir. Good. ശിവൻ എന്താണ് വല്ലാതിരിക്കുന്നത്? രക്ഷ ചവിട്ടിയാൽ അന്ത്രോസ്റ്റേറ്റിന് ഒരു ദിവസം എന്ത് കിട്ടും? പകലാണെങ്കിൽ വലിയ മെച്ചൊന്നും ഇല്ലടാ കൊച്ചെ. രാത്രി ഇങ്ങനെ ചവിട്ടിയാ 10 ഉത്തര വെക്കും. എന്നെ ഇതൊന്ന് പഠിപ്പിക്കാം. ഇത്രയും നല്ല പണിയുള്ളപ്പോഴാ വെറുതെ ക്ഷയം പിടിച്ച് ചോര തുപ്പി ചാകാൻ നോക്കല്ലേ. എന്നെ കണ്ട ഈ തടി നോക്കണ്ട, ഇത് മുഴുവൻ ക്ഷയമാണ്. അവള് നല്ല പെണ്ണ. കാര്യം ഇങ്ങനെയൊക്കെയാണ് ജീവിതമെങ്കിലും നല്ല വകതിരിവുള്ളവള്. നീ വന്ന് പെട്ടത് നല്ല സ്ഥലത്താണ്. നീ കുടിക്കൂ. ഇതുവരെ കുടിച്ചിട്ടില്ല. നമുക്കൊരു 100 മില്ലി അടിക്കാം. 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 ശരി എന്നാ വാ. അയാൾ 100 രൂപ തന്നു. 30 രൂപ എനിക്ക് പ്രത്യേകവും. ഇത് മുഴുവൻ ശിവേട്ടനെടുത്തോ. എനിക്കിപ്പോ 10 രൂപ മതി. ഈ കാശ് എനിക്ക് വേണ്ട. ഈ കാശിന് എന്താ കുഴപ്പം? ഇങ്ങനെയുള്ള കാശ് കൊണ്ട് ഞാൻ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇവിടുന്ന് ഞാൻ എവിടെങ്കിലും പോവുകയാണ്. ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം. എന്ത് ജോലി ചെയ്യും? എന്തെങ്കിലും ജോലി. ഈ ലോകത്ത് വേറെ എന്തെല്ലാം ജോലികളുണ്ട്. എന്നിട്ട് ഇതുവരെ എന്ത് ജോലി ചെയ്തു? ഈ ജോലി ഞാൻ സന്തോഷത്തോടുകൂടി ചെയ്യുന്നു എന്നാണോ നിങ്ങളുടെ വിചാരം? എന്റെ സങ്കടം നിങ്ങൾക്കറിയില്ല. ഞാൻ ഒരുപാട് ജോലി ചെയ്തവളാണ്. അവസാനം ഇവിടെയാണ് എത്തിയത്. തെരുവ് തിണ്ണയിൽ ആളെ കാത്തു നിൽക്കുന്ന രുക്മിണിയാണ് നിങ്ങൾക്ക് പരിചയം. എന്റെ ഉള്ളിൽ മറ്റൊരു സ്ത്രീയുണ്ട്. അവളെ ആരും കണ്ടിട്ടില്ല. ആർക്കും അവളെ കാണണമെന്ന് ആഗ്രഹമില്ല. ആർക്കും അവളെ കാണേണ്ട ആവശ്യമില്ലല്ലോ. വിശക്കുന്നില്ലേ? ഞാൻ ചോറ് വിളമ്പട്ടെ.
വരൂ, ഊണ് കഴിക്കാം. എന്ത് കറിയാ ഇഷ്ടം? ഇറച്ചി മീനും ഇഷ്ടമാണോ? എനിക്ക് പച്ചക്കറിയാ ഇഷ്ടം. എരിവ് കൂടുതൽ വേണോ, കുറച്ച് മതിയോ? എനിക്കിതൊന്നും അറിഞ്ഞൂടാ. ഇതുവരെ എനിക്കിങ്ങനെ ആരും വെച്ച് വിളമ്പി തന്നിട്ടില്ല. വിശക്കുമ്പോ കിട്ടുന്നത് തിന്നും, കിട്ടുന്നിടത്തു. അങ്ങനെ ഞാൻ വളർന്നത്. ഞാനൊരാൾക്ക് വെച്ച് വിളമ്പി കൊടുത്തിരുന്നു. അയാൾ പോയി, എങ്ങോട്ടോ പോയി. கொடுக்கிறேன். ஐயா, மദ്ராஸ்ல இருந்து கால் வந்திருக்கு. யாரு? மூர்த்தியா? முனிசாமி எங்க போயிருக்கு? செய்தாப்பட்டிலையா? போட்டும் போட்டும். கோயம்புத்தூர் பிராஞ்சில இருந்து அது வந்திருக்கான்னு பேங்க்ல விழிச்சு கேளுங்க. பாம்பே பாம்பே பாம்பேல இருந்து காலையாவது வந்திருக்கா? சரி, அப்படியேப்பா. அம்மா எப்படி இருக்கு? ஆமா, கமலாம்பாள். சௌக்கியமா இருக்கா? சௌக்கியமா இருக்கா? சரி சரி. நாளை காலையில மார்னிங் பிளைட். ஆமா, மார்னிங் 1:30 மணிக்கெல்லாம் வருவேன். வீட்டுல போன் பண்ணி ஏர்போர்ட்ல கார் அனுப்ப சொல்லுங்க. சரி சரி. முடிஞ்சு போச்சியா? பாரு பையா. என்ன என்ன வேணும்? டாக்டர் தோமஸ் சார் ഈ മുറിയിലല്ല അല്ലേ? തോമസ് സാറാ? ഇങ്ങ அந்த மாதிரி யாரும் கிடையாது. இது வந்து ஐயாறு. അല്ല, ഇത് 24 നമ്പർ മുറിയല്ലേ? ஆமா. അയ്യോ, ഈ മുറി കാണുമെന്നാണല്ലോ പറഞ്ഞത്. അദ്ദേഹം ആരാ? രാമലിംഗ ചെട്ടിയാര്, മദ്രാസിലെ പെരിയ രത്ന വ്യാപാരി. ക്ഷമിക്കണം, ഞാൻ തോമസ് സാറിനെ നോക്കട്ടെ. ஆளை புரிஞ்சுதா? எப்பவே புரிஞ்சாச்சு. அப்படின்னா கூப்பிடு. நல்லா இருந்தா கொண்டு வர சொல்லு.
എന്നാ തോമസ് സാറെ കിടച്ചതാ? ഇല്ല, ഛെ, എനിക്കതാ മനസ്സിലാകാത്തത്. മുറി എങ്ങനെ മാറിപ്പോയി? தப்பா நினைக்க கூடாது. செட்டியாருக்கும் தேவை இருக்கு. நல்லா இருந்தா கொண்டு வர சொல்லிருக்கு. നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. தம்பி, இந்த வயதினிடையில இந்த மாதிரி எவ்வளவு பார்த்திருக்குன்னு தெரியுமா? என் பேரு வந்து அப்பையா. அப்பையக்கு எல்லாம் தெரியும். നിങ്ങൾ പറഞ്ഞത് വേണമെങ്കിൽ ഞാൻ ചെയ്യാം, പക്ഷേ എന്നെ ആ കൂട്ടത്തിൽ കൂട്ടരുത്. இந்த செட்டியார் யாருன்னு தெரியுமா? பெரிய ஆளு, கோடீஸ்வரன். செட்டியாருக்கு பிடிச்சுன்னாக்கா கை நிறைய கிடைக்கும். ഇത് പിടിക്കും സാറേ, ஆ, സാധനം അങ്ങനത്തെ. கொண்டு வா பாக்கட்டும். എപ്പോ വേണം? ഇപ്പോഴോ രാത്രിയോ? ராத்திரி. ചെട്ടിയാർക്ക് ഇഷ്ടപ്പെട്ടോ? பாக்குறதுக்கு நல்லா இருக்கு. ஆனா நாளை காலையில தான் தெரியும். செட்டியாருக்கு பிடிச்சுன்னாக்கா நாளையில இருந்து லட்சாதிபதி. എല്ലാം അവിടുത്തെ കൃപ. கிடைக்குமா? ഈ ഇവിടെ നല്ല ഒന്നാന്തര സാധനം കിട്ടും. அப்படியா? மദ്ராஸ்ல ஒண்ணும் கிடைக்காது. ரொம்ப கஷ்டம், ரொம்ப ஸ்ட்ரிக்ட். ஏதாவது தப்பி தவறி சாப்பிட்டுனாக்கா 6 மாசம் கடின தண்டனை. എന്നാ ഇവിടെ കിടക്കും. വന്നാട്ടെ. ആ, செட்டியாருக்கு இது ஒண்ணுமே வேண்டாம். ருக்மிணி, ருக்கம்மா, உன்னை எனக்கு ரொம்ப பிடிச்சாச்சு. உனக்கு என்ன பிடிச்சிருக்கவோ என்னவோ. ஒண்ணு இப்பதானே எனக்கு கிடைச்சது. ஒரு வாரம் வேஸ்டா போயிடுச்சு. ഇന്ന് പോവാണോ? ஆமா, அவசியம் போக வேண்டியதுதான். ஃபிளைட் டிக்கெட்டும் கிடைச்சாச்சு. சீக்கிரமா திரும்பி வரேன். உன் ஃபேஸ் ஒரு மாதிரி இருக்கு. இன்னும் பணம் வேணுமா? എനിക്കൊരു 50 രൂപ കൂടി തരുമോ? 50? அது கேட்கறதுக்கு இவ்வளவு வெக்கமா? எவ்வளவு வேணும்னா எடுத்துக்கோ. വേണ്ട, എനിക്ക് 50 രൂപ മതി. போய் வாங்க. നമ്മളിങ്ങനെ ഈ നിലയിലെത്തുമെന്ന് ഞാൻ
സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല ശിവേട്ട. നമ്മൾ എവിടെ എത്തി? എങ്ങും എത്തിയില്ല. എത്താനിരിക്കുന്നേ ഉള്ളൂ. ഇനിയും വളരണം, വലുതാകണം. ഈ ലോകം മുഴുവൻ എനിക്ക് വിലയ്ക്ക് വാങ്ങണം. എങ്കിലേ എന്റെ മനസ്സിന് സമാധാനം കിട്ടും. ഈ ശിവേട്ടനൊരു അത്യാഗ്രഹിയാണ്. പാവം. രുക്മിണി ചേച്ചിയുടെ സ്ഥിതി എന്താണോ? അതൊന്നും ഓർക്കരുത്. ഓർത്താൽ നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടും. അവൾ എങ്ങനെങ്കിലും ജീവിക്കും. മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നു എന്നല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മൾ എങ്ങനെ ജീവിക്കും എന്നാണ്. ശിവേട്ടൻ ഇത്ര സ്വാർത്ഥനാണോ? സ്വാർത്ഥനാകാത്ത ഒരുത്തന് ഈ ഭൂമി ജീവിക്കാനൊക്കില്ല. நல்லா இருக்கா? അവിടുത്തെ അനുഗ്രഹം കൊണ്ട് ഒന്നിനും ഒരു കുറവുമില്ല. மேல போலாமா? ഉക്കാരപ്പയ്യ. എടാ ശിവു, നീ ഇനി അങ്ങ് മലയാളത്തിൽ പറഞ്ഞേച്ചാ മതി. എടാ കൊച്ചനെ, ഞാൻ പാലാക്കാരൻ മത്തായിയാ. കുഞ്ഞുനാളിലെ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയതാ. ഒരു ജോലി അന്വേഷിച്ച് പല സ്ഥലത്തും നടന്നു. ഒരു ജോലിയും കിട്ടിയില്ല. അവസാനം മദിരാശിയിലെത്തി സിനിമാ നടനായി. ശ്രീരാമ വിജയത്തിലെ നായകനായിട്ട് അഭിനയിച്ചു. ഹനുമാന്റെ വേഷം. പടം 100 ദിവസം ഓടി. നല്ല പേരും കിട്ടി. പക്ഷെ എന്നെ ആർക്കും അറിയാൻ വയ്യ. കാരണം എന്താന്ന് വെച്ചാൽ ഹനുമാന്റെ മോന്ത വെച്ചല്ലേ അഭിനയിച്ചത്. അതുകൊണ്ട് എന്റെ മോന്ത ആരും കണ്ടില്ല. പിന്നെ ഞാൻ ചാൻസ് ചോദിച്ചിട്ട് നടക്കാനും പോയില്ല. പക്ഷെ ഒന്നുണ്ടായിരുന്നു, കുറേ കാലം നാട്ടുകാരെന്നെ ഹനുമാൻ മത്തായി ഹനുമാൻ മത്തായി എന്ന് വിളിച്ചോണ്ടിരുന്നു. അതിനുശേഷമാ ഞാൻ ചെട്ടിയാരുടെ കൂടെ കൂടിയതും അപ്പയ്യ ആയതും. ഇപ്പൊ നല്ല മുട്ടൻ സൗകര്യമാ. എന്നതിന്റെ കുറവാ. 2 ടാക്സി ഓടുന്നുണ്ട്. താമസിക്കാൻ ഇതുപോലൊരു ബംഗ്ലാവുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയാ? ആദ്യം പണം ഉണ്ടാക്കണം അപ്പയ്യ, ഇഷ്ടം പോലെ പണം. എന്നിട്ട് ആലോചിക്കാം അത് ആർക്ക് കൊടുക്കണമെന്ന്. സ്നേഹിക്കാൻ ആരെങ്കിലും വേണ്ടേ? അന്നുണ്ടാകും, ഞാനുണ്ടാക്കും. சுவாமி, இங்க வேற யாராவது வரதுண்டா? என்ன தவிர ഇവിടെ വേറെ ആര് വരാനാ? ശിവൻ വേറെ யாராவது அழைச்சிட்டு வரதுண்டான்னு? ഇല്ല മുതലാളി. இங்க வேற யாரும் வரக்கூடாது. நான் மட்டும்தான் வரலாம். நான் மட்டும். அப்படி வேற யாராவது வரக்கூடியிருந்தா அவங்க தரக்கூடிய பணத்தை உனக்கு சிவனுக்கும் தானே. ഇവിടെ ആരും വരില്ല മുതലാളി. മുതലാളി അല്ലാതെ ശിവേട്ടന് ഇവിടെ ആരെയും പരിചയമില്ലല്ലോ. எனக்கு மட்டுமா இருக்கிற பொண்ணுதான் எனக்கு தேவை. என் அன்பா இருக்கணும், என் தேவைகள் எல்லாம் பார்க்கணும். அந்த மாதிரி ஒரு பொண்ணுதான் எனக்கு தேவை. അതിനൊക്കെ അങ്ങേക്ക് അങ്ങയുടെ ഭാര്യയില്ലേ? பாரி இருக்கு. அந்த மாதிரி நிறைய பேர் இருக்கு. பட் ஆர்ட்ட இருந்தும் நான் நினைக்கிற மாதிரி அன்பு கிடைக்கல. நான் பணம் நிறைய சம்பாதிச்சாச்சு. ஆனா பணம் கொடுத்து அன்பு விலைக்கு வாங்க முடியாதுன்னு எனக்கு இப்பதான் புரிஞ்சது. அது புரியறதுக்கு இவ்வளவு நாளாச்சு. Too late. உனக்கு என்ன சிநேகிக்க முடியுமா? കഴിയും. முடியுமா? இது நான் உனக்காக கொண்டு வந்தாக்கும். என்ன விலை தெரியுமா? 50,000 ரூபாய். நான் உனக்கு ஏன் தரையில தெரியுமா? நீ எனக்காக மட்டும் இருக்கிறதுக்கு தான். അങ്ങ് ഇപ്പോഴും സ്നേഹം വിലയ്ക്ക് ചോദിക്കുകയാണ്. എടാ ശിവ, അവൻ ഈ ചെട്ടിയാലി പോയിട്ട് കാണുന്നില്ലടാ. അവിടേക്കാൻ പോയി പോത്തുപോലെ കിടന്ന് ഉറങ്ങുകയായിരിക്കും. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നല്ലോ.
ചേട്ടൻ എവിടാ പോകണ്ടേ? വേണമെങ്കിൽ നമുക്കൊന്ന് കറങ്ങിച്ചു വരാം. അയാളെ വ്യായാമം ചെയ്യിക്കാൻ ഒരാൾ വരാമെന്ന് പറഞ്ഞിരുന്നു. അവനെ പോയി ഒന്ന് കണ്ടുപിടിക്കണം. ചെട്ടിയാരെ വ്യായാമം ചെയ്യിക്കാനോ? പാവം, കുറച്ചാളോട് ജീവിക്കട്ടെ ചേട്ടാ. അയ്യോ, അതൊരു വെടക്ക് തടിയാ. മുഴുവൻ കൊഴുപ്പും കൊളസ്ട്രോളുവാ. ഇങ്ങനെ ചേർത്ത് വീർത്ത് മിനുങ്ങിയിരിക്കുന്നതേ ഉള്ളൂ. ഡാക്ടർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിരാവിലെ എണീച്ച് അരഘാതം നടക്കണമെന്നാ. പക്ഷെ ഇയാൾ എണീച്ച് വരുമ്പോ പൃഷ്ഠത്തിൽ വേല് വരും. മണി 11 ചേട്ടനെ കണ്ട അന്നു മുതലാണ് എന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യം ഉണ്ടായത്. ചേട്ടാ, ചേട്ടന് ചെട്ടിയാരെ വ്യായാമം ചെയ്യിച്ചാ പോരെ? ഞാൻ വരാം. നിനക്ക് വ്യായാമം ചെയ്യിക്കാനും അറിയാമോ? എനിക്കറിയാൻ വയ്യാത്ത വല്ല തൊഴിലും ഉണ്ടോ ചേട്ടാ? ഞാൻ എന്തും ചെയ്യും. എന്നാ പിന്നെ നീ തന്നെ മതി. ഞാൻ പിന്നെ വേറെ ആളെ അന്വേഷിച്ച് പോകുന്നതിനാ. നല്ല കാര്യം. എന്തോ നിന്നെ കണ്ടപ്പോ എനിക്കൊരടുപ്പം തോന്നി. കഴിഞ്ഞ ജന്മത്തിൽ നീ എന്റെ ആരെങ്കിലും ആയിരുന്നിരിക്കും. നീ വലിയ ആളാകുമടാ. പക്ഷെ ഒരു കാര്യം, അന്ന് നീ എന്നെ മറന്നു കളയരുത്. ഞാനൊന്നും മറക്കില്ല ചേട്ടാ. മറക്കാൻ കഴിയാത്തതാണ് എന്റെ ഏറ്റവും വലിയ ശക്തി. ஆஹா நீங்க எங்கேயும் போகலையா? ஐயா, வியாயாமம் கத்தி கொடுக்கறதுக்கு வேற ஆளை தேட வேண்டாம். எல்லாம் நம்ம சிவனுக்கு தெரியும். வியாயாமம் கத்தி கொடுக்கறதுக்கு தெரியுமா? വ്യായാമം അറിയാം. കത്തി കൊണ്ട് கத்தி கொடுக்கறதுன்னா படிப்பிச்சு கொடுக்கறது, சொல்லி கொடுக்கறது. தெரியுமா? ആ അതറിയാം. அப்படின்னா நாளை காலையில என் பெங்களாவில வா. ആ வரட்டுமா? ശരി മുതലാളി. வா போலாம். ചെട്ടിയാര് തന്നതാ. നിന്നെ എനിക്ക് കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. ഇവിടെ മറ്റാരും വരരുതെന്നാണ് ചെട്ടിയാര് പറയുന്നത്. ഞാൻ അയാളുടെ മാത്രം സ്വന്തമായിരിക്കണമെന്ന്. നീ അത് സമ്മതിച്ചില്ലേ? സമ്മതിച്ചു. അങ്ങനെ പറയാവൂ. പക്ഷേ ഇയാളെക്കാട്ടിലും വിലയുള്ള ചിട്ടയാരെ കിട്ടിയാ നമ്മൾ അയാളെ സ്വീകരിക്കും. നമുക്ക് ജീവിക്കാനുള്ള പണമായാൽ ഈ തൊഴിൽ നിർത്തണം ശിവേട്ട. അത് ശരിയാ, ഞാനും അത് ആലോചിക്കുന്നുണ്ട്. പക്ഷേ അതെന്നാ? എന്നായാലും അന്ന് ശിവേട്ടനെ ഉപേക്ഷിക്കാതിരുന്നാ മതി. രുക്മിണി ചേച്ചിയെ ഓർക്കുമ്പോ എനിക്ക് ശിവേട്ടനെ പേടിയാ. ഇല്ല സോഫി, നിന്നെ അങ്ങനെ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. നീ എന്നും എന്റെ കൂടെ ഉണ്ടാവും. സത്യമാണോ ശിവേട്ട? പറയൂ ശിവേട്ട, സത്യമാണോ ശിവേട്ടൻ പറയുന്നത്? നീ ഒരു മണ്ടി